ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് മാംഗോ ഫ്രൂട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ്. കടയിൽ നിന്നും വാങ്ങുന്ന അതേ രുചിയിൽ ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിലെങ്ങനെയാണ് മാംഗോ ഫ്രൂട്ടി ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. വളരെ എളുപ്പമാണ്, എന്നാൽ കടയിൽ നിന്നും വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 2 പഴുത്ത നല്ല മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു പച്ച മാങ്ങയാണ്. നല്ല പുളിയുള്ള ഒരു പച്ച മാങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു മാങ്ങ ഉപയോഗിച്ചാണ് നിങ്ങൾ ഫ്രൂട്ടി ഉണ്ടാക്കുന്നത് എങ്കിൽ ഒരു പച്ചമാങ്ങയുടെ പകുതിയോ അല്ലെങ്കിൽ ചെറിയൊരു പച്ചമാങ്ങയൊക്കെ എടുത്താൽ മതി. ഇനി നമുക്ക് പഴുത്ത മാങ്ങേൻ്റെയും പച്ചമാങ്ങേൻ്റെയൊക്കെ തൊലി നന്നായിട്ട് ചെത്തിക്കളയണം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ പച്ചമാങ്ങയുടെയും പഴുത്ത മാങ്ങയുടെയൊക്കെ തൊലി നന്നായിട്ട് ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടാം. ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ ചെത്തിയെടുത്താൽ മതി. മാങ്ങ മുഴുവനായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ പാത്രത്തിൽ വെച്ച് കണ്ട് ഈ മാങ്ങ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് പച്ചമാങ്ങയും പഴുത്ത മാങ്ങയൊക്കെ ഒന്നിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. മാങ്ങയ്ക്ക് തിളക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കുക. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാങ്ങയിലേക്ക് അത്യാവശ്യം പഞ്ചസാര പിടിക്കുന്ന രൂപത്തിൽ വേണം നമ്മൾ മധുരിട്ട് കൊടുക്കാൻ, എന്നാൽ ഓവറാവും ചെയ്യേണ്ട. ഇനി ഇതൊരു 10 മിനിറ്റെങ്കിലും നന്നായിട്ട് തിളച്ച് മാങ്ങയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരണം. പഴുത്ത മാങ്ങ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും, പച്ചമാങ്ങ അതുപോലെ തന്നെ നന്നായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ നമുക്കിത് തിളപ്പിക്കണം. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അത് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ആരൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാനാണ്. ഞാനിവിടെ തണുത്ത വെള്ളം ചേർത്തിട്ടാണ് അരിച്ചെടുക്കുന്നത്. പച്ചവെള്ളം ചേർത്തിട്ടാണ് അരിച്ചെടുക്കുന്നത് എങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ മതി. തണുപ്പിച്ചതിന് ശേഷം കുടിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഫ്രൂട്ടിക്ക് അതേ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾ ഉണ്ടാക്കിയ മാംഗോ ഫ്രൂട്ടി നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന അതിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാം. അതിനായിട്ട് കുറച്ച് തണുത്ത വെള്ളവും പിന്നെ കുറച്ച് മധുരം കുറവേണ്, കുറച്ച് മധുരം എടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ഹോം മെയ്ഡ് മാംഗോ ഫ്രൂട്ടി ഇവിടെ റെഡിയാണ്. കടയിൽ നിന്നും വാങ്ങുന്ന അതേ രുചി തന്നെയാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ള മാംഗോ ഫ്രൂട്ടി കുടിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഈസി റെസിപ്പീസിനായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും വരാം. ബൈ.